ഈ ഉറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല ഉറക്കത്തിന് സുഖനിദ്ര എന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്നും അറിയാത്ത സുന്ദരവും അഗാധവുമായ ഉറക്കം. ക്ഷീണിച്ച് അവശരായി വീട്ടിലെത്തിയാൽ കിടക്കയിലേക്ക് മറിഞ്ഞു വീണ് ഉറങ്ങുന്ന ഒരു നിരവധി പേരാണ്. എന്നാൽ ഉറക്കമില്ലായ്മയും ഇന്ന് പലരിലും കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഉറക്കമില്ലായ്മയുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു ദിവസം എത്ര മണിക്കൂർ ഒരാൾ ഉറങ്ങണം എന്നിവയൊക്കെ നമ്മളോട് പറഞ്ഞു തരികയാണ് ഡോക്ടർ സൗമ്യ സരൻ. ഉറക്കമില്ലെങ്കിൽ എല്ലാം തകിടം മറിയും. ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും അത് അവതാളത്തിലാക്കും. പണ്ടൊക്കെ മുതിർന്നവർക്കാണ് ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് വരെ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. രാത്രി ഇടയ്ക്കിടെ ഉണർന്നാൽ പകൽ സമയത്ത് കടുത്ത ക്ഷീണത്തിന് അത് കാരണമാകും. പലരുടെയും മാനസികാവസ്ഥയെ പോലും ഉറക്കമില്ലായ്മ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും ഒരു ദിവസം എത്ര ഉറങ്ങണം എന്നതിനെപ്പറ്റി വ്യത്യസ്തമായ കണക്കുകളാണ് ഉള്ളത്. ഓരോ പ്രായത്തിലും പെട്ടവർ ഒരു ദിവസം ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നതിന് വ്യക്തമായ ചില കണക്കുകളുണ്ട്. നവജാത ശിശുക്കൾ, അതായത് ന്യൂബോൺ ബേബീസ്, ഒരു ദിവസം 10 മുതൽ 19 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതാണ്. ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരു ദിവസം 12 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതാണ്. 1 മുതൽ 2 വയസ്സ് വരെയുള്ളവർ 11 മുതൽ 14 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതാണ്. 3 മുതൽ 5 വയസ്സ് വരെയുള്ളവർ 10 മുതൽ 13 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതാണ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളവർ 8 മുതൽ 12 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതാണ്. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആളുകൾ 8 മുതൽ 10 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങേണ്ടതാണ്. മുതിർന്ന ആളുകളോ 7 മുതൽ 9 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങേണ്ടതാണ്. സോ ഇത്രയെങ്കിലും, അതായത് ഇപ്പോൾ 7 മുതൽ 9 മണിക്കൂർ വരെ എന്ന് പറഞ്ഞാൽ 7 മണിക്കൂർ എങ്കിലും 24 മണിക്കൂറിൽ ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദീർഘകാല ഉറക്കമില്ലായ്മ അഥവാ ക്രോണിക് ഇൻസോംനിയ പോലെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയും ചികിത്സ ഉറപ്പാക്കുകയും വേണം. ന്യൂസ് ഡെസ്ക് 24.